പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ആയിരുന്നു അരുണ് എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നത്. പകല് കള്ളുമണല് കൊണ്ടുപോകുന്ന ലോറിയുടെ ഡ്രൈവറോട് സഹായം ചെയ്ത് ജോലി കണ്ടെത്താനായിരുന്നില്ല. രാത്രിയിൽ ആകാശം നോക്കി സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അവൻ രാത്രിയിൽ നടക്കുകയായിരുന്നു. കനത്ത വന്മഴ കഴിഞ്ഞു ശാന്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയും ഇരുണ്ട ആകാശത്തിൽ ഇടിയുടെയും മിന്നലുടെയും ഇടവേളകളുണ്ടായിരിക്കുകയും ചെയ്തു. കയ്യില് പഴയ ടോർച്ചും ഉള്ളിൽ അലഞ്ഞു നടക്കുന്ന ചിന്തകളും. അവൻ മലഞ്ചെരിവിലൂടെ ഒരു പഴയ ക്ഷേത്രത്തിലേക്ക് എത്തി. ആ ക്ഷേത്രം നൂറുകണക്കിന് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്നിന്റെ രാത്രി വ്യത്യസ്തമായിരുന്നു. ക്ഷേത്രത്തിനുള്ളിലോട്ട് അവൻ കോഷ്യസ്ലി നടന്നു. അകത്ത് ഒരു തിളങ്ങുന്ന കല്ല് നിലത്ത് പാറയുടെ നടുവിൽ വെച്ചിരിക്കുന്നു. അതിന് ചുറ്റിലും പുകയും തീയുടെ ചെറിയ ചുവന്ന ജ്വാലകളും. പക്ഷേ അതൊരു സാധാരണ തീ അല്ലെന്ന് അവൻ അനുഭവിച്ചു. അവന് കൈ നീട്ടി ആ കല്ലിൽ സ്പർശിച്ചു. അക്ഷരാർത്ഥത്തിൽ ആ നിമിഷം തന്നെ നിലച്ചു. ആകാശത്ത് ഒരു വൻ ഇടിമിന്നൽ പൊട്ടി. അതിന്റെ വെളിച്ചത്തിൽ ആ പാറ ഒരനന്തമായ തീയായി പരിവർത്തിതമായി. അവന്റെ ശരീരം അതിന്റെ വൈഭവം ആഗിരണം ചെയ്തു. ചുറ്റും തീ വീശി, പക്ഷേ അത് ദഹിപ്പിച്ചില്ല. മറിച്ച് അത് അവനെ ശക്തിയുള്ളവനാക്കി അഗ്നിനാഥനായി. അവന്റെ കണ്ണുകളിൽ തിളക്കം നിറഞ്ഞു. ഉള്ളിൽ നിന്ന് ഉയർന്ന ജ്വാലകളെപ്പോലെ പുതിയൊരു ജീവിതം ആരംഭിച്ചു. ഇനി അരുണ് അഗ്നിനാഥൻ എന്ന പേരിൽ സമൂഹത്തെ കാത്തുസൂക്ഷിക്കാൻ തുടങ്ങുന്നു. ക്രൂരനായ വ്യോമേന്ദ്രൻ എന്ന ശത്രുവുമായി ഏറ്റുമുട്ടും വരെ എല്ലാം നന്നായിരുന്നുവോ? വ്യോമേന്ദ്രൻ ഒരു തണുത്തതിന്റെ ദൈവം അഗ്നിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അഗ്നിനാഥനും വ്യോമേന്ദ്രനും തമ്മിൽ പൊരുതുമ്പോൾ ഭൂമി തന്നെ തുലഞ്ഞു നീങ്ങുന്നു. പിന്നീട് എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം.